ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ അമേരിക്കയിലെ ഫെഡറൽ കോടതി രംഗത്ത് വന്നെങ്കിൽ ഇപ്പോൾ ആ കോടതിക്കെതിരെ തന്നെ ട്രംപ് തിരിഞ്ഞിരിക്കുകയാണ്. ട്രംപിന് ആര് ചങ്ങലയിടും? അതൊരു വലിയ ചോദ്യമാണ്. ട്രംപിനെ ചങ്ങലക്കിടാൻ അമേരിക്കയിലെ ജനങ്ങൾക്കേ കഴിയും, കോടതികൾക്ക് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ താരിഫ് വർധനയെ, ഇരട്ട ചുങ്കത്തെ ഒക്കെ നിയമവിരുദ്ധമാണ്, ഇത് അധികാര ദുർവിനിയോഗമാണ് എന്നൊക്കെ പറഞ്ഞ് കോടതി രൂക്ഷമായി വിമർശിക്കുമ്പോൾ ട്രംപിൻ്റെ മറുപടി ഈ കറുത്ത ഗൗണിട്ട രാഷ്ട്രീയക്കാർ, കറുത്ത കുപ്പായമിട്ട രാഷ്ട്രീയക്കാരാണ് ഈ ജഡ്ജിമാർ എന്നാണ്. അതായത് തീവ്ര ഇടതുപക്ഷ സംഘമാണ് ജഡ്ജിമാർ എന്നാണ് ട്രംപിൻ്റെ ആക്ഷേപം. നമ്മളത് മനസ്സിലാക്കേണ്ടത്, അമേരിക്കൻ പ്രസിഡന്റിന് ആരെയും എന്തും പറയാം, പ്രസിഡന്റിനെ ആർക്കും വിമർശിക്കാൻ പാടില്ല. ഇതാണ് ട്രംപിൻ്റെ പിടിവള്ളി. അവിടെ ട്രംപ് ജഡ്ജിമാരെ വിമർശിക്കുന്നത് പോലും ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഈ അധികാരം ഉപയോഗിച്ചാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ മറുപടി വളരെ കൃത്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രംപ് വെറുതെ ചുമ്മാ വിടുവായത്തനം പറയുകയല്ല ചെയ്യുന്നത്, കാര്യകാരണ സഹിതം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ജഡ്ജിമാരെ വിമർശിക്കുന്നത് അതിരൂക്ഷമായിട്ട്. ട്രംപ് പറയുന്നത്, ഈ ഒരു താരിഫ് വർധന, ഈ ഇരട്ട ചുങ്കത്തിലൂടെ ട്രില്യൺ കണക്കിന് ഡോളറാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നിരച്ചാൽ, അത് നിന്നുപോയാൽ അമേരിക്ക തകരും, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകരും, നമ്മുടെ ആ ലോക പോലീസ് എന്ന് പറയുന്ന നമ്മുടെ അഭിമാനം തകരും, സർവോപരി നമ്മുടെ സൈന്യം തകരും. കറക്റ്റ് മർമ്മത്തിലാണ് ട്രംപ് പിടിക്കുന്നത്. നോക്കൂ, അമേരിക്കൻ ജനതയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഇതിനേക്കാൾ നല്ല മാർഗം വേറെയില്ല. അമേരിക്കയുടെ സൈനിക ശക്തി തകരും, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകരും, അമേരിക്കയുടെ അഭിമാനം തകരും. ഇത് കറക്റ്റായിട്ട് അമേരിക്കക്കാരുടെ വികാരത്തെ ചൂഷണം ചെയ്യുന്ന, അമേരിക്ക എന്നുള്ള വികാരത്തെ ചൂഷണം ചെയ്യുന്ന നടപടിയാണ് ട്രംപിൽ ഉണ്ടായിരിക്കുന്നത്. ട്രംപ് അത് കൃത്യമായിട്ട് ആ വികാരത്തെ, ഈ ജനങ്ങളുടെ ഉള്ളിൽ ഉണരുന്ന ഈ പറയുന്ന ഒരു വികാരത്തെ വളരെ കൃത്യമായിട്ട് ജഡ്ജിമാർക്കെതിരെ തിരിച്ചു വച്ചിരിക്കുന്നു. US അപ്പീൽ കോടതിയാണ് ഈ വിധി പറഞ്ഞത്. ട്രംപിന് എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, പ്രസിഡന്റിന്. പക്ഷെ ആ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ച് ഇദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ അവിടെ ഭരണം തന്നെ അട്ടിമറിക്കുമോ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണഘടന അട്ടിമറിച്ച ഒരു ഏകാധിപതിയായി മാറും. ഒന്നും പറയാൻ സാധിക്കില്ല ട്രംപിന്റെ കാര്യത്തിൽ. നമുക്കിപ്പോൾ നമ്മൾ ഇന്നത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് അതൊന്നും അമേരിക്കയിൽ നടക്കില്ല, അങ്ങനെ അമേരിക്ക ഒരു ഏകാധിപതിയുടെ കയ്യിലേക്ക് പോകില്ല എന്നൊക്കെ നമുക്കിങ്ങനെ മേമ്പൊടിക്ക് പറയാം. അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സംഘർഷങ്ങൾ അതെ, ബൈഡന് വൈറ്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ ട്രംപ് കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങളൊക്കെ, നമ്മളത് കോമാളിത്തരം എന്ന് കരുതുന്നുണ്ടെങ്കിലും അതൊന്നും കോമാളിത്തരമല്ല. ട്രംപിനെ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ട്രംപിനെ കുറിച്ചുള്ള വായന, ട്രംപിനെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തൽ മാറ്റിപ്പിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ കോടതി പറഞ്ഞത്, പ്രസിഡന്റിന് അധികാരമുണ്ട്, ശരിയാണ്, എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, പക്ഷെ എക്സിക്യൂട്ടീവ് പവർ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ഈ താരിഫ് വർധനയും ഇരട്ടച്ചുങ്ക ഏർപ്പെടുത്താനും ഒക്കെയുള്ള അധികാരം ശരിക്കും അമേരിക്കൻ സെനറ്റിനും കോൺഗ്രസിനും ഒക്കെയാണ്. അവരാണ്, അമേരിക്കൻ പാർലമെന്റാണ് അത് തീരുമാനിക്കേണ്ടത്. പാർലമെന്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് പ്രസിഡന്റ് ഏകപക്ഷീയമായിട്ട് ഇതൊന്നും തീരുമാനിക്കരുത്. അവരത്രേ പറഞ്ഞുള്ളൂ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, അമേരിക്കയിലെ നിയമങ്ങൾ അനുസരിച്ചാണ് അവർ പറഞ്ഞത്. പ്രസിഡന്റിന്റെ അധികാരം ഏതുവരെ, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഈ പാർലമെന്റിനെ ധിക്കരിച്ചുകൊണ്ട് പ്രസിഡന്റിന് പോകാൻ സാധിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാർലമെന്റിനെ ധിക്കരിച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ പറയുന്ന അമേരിക്കൻ പാർലമെന്റിന്റെ അനുമതി തേടിയില്ല, എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ച് ഈ താരിഫ് വർധന ഏർപ്പെടുത്തുകയായിരുന്നു. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് തൻ്റെ സ്വന്തം അധികാരം ഉപയോഗിച്ചാണ്. അതിന് ആരുടെയും സമ്മതം ട്രംപ് നേടിയിട്ടില്ല. അത് അമേരിക്കൻ പാർലമെന്റിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഒരു ചർച്ചയുമില്ല. ഞാൻ തീരുമാനിക്കും, ഞാൻ നടപ്പാക്കും, നിങ്ങളതങ്ങ് സഹിച്ചുകൊള്ളണം. ഇതാണ് ട്രംപിന്റെ നയം. അത് കോടതി തെറ്റാണ് എന്നാണ് പറഞ്ഞത്. കോടതി ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ അത് നയത്തിന് യോജിച്ചതല്ല, അങ്ങനെ ഒന്നുമല്ല കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇത് എക്സിക്യൂട്ടീവ് പവർ, അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവറിനെ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു, അധികാര ദുർവിനിയോഗം. മറ്റൊന്ന്, അമേരിക്കൻ പാർലമെന്റിനാണ് ഇതിനുള്ള അധികാരം. ആ അധികാരം ട്രംപ്
കവർന്നെടുത്തിരിക്കുന്നു. അത് ശരിയല്ല. നിങ്ങളിത് പാർലമെന്റിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കൂ. അതായത് തീരുവ വർദ്ധിപ്പിക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. പാർലമെന്റിന് തീരുമാനിക്കാം. അവിടെ ചർച്ച വേണം. അതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കോടതി ഒരു നിയമ പ്രശ്നമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഭരണഘടനാപരമായിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിലേക്കാണ് കോടതി നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷേ ട്രംപിന് അതൊന്നും പ്രശ്നമല്ല. ഇനി ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവുണ്ടല്ലോ പീറ്റർ നവാരോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ അറിഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി അത് സംസ്കരിച്ച് വിറ്റ് പണമുണ്ടാക്കി ഇന്ത്യയിലെ ബ്രാഹ്മണർ കൊള്ള ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. മറ്റ് സമുദായങ്ങളെ കൊള്ള ചെയ്യുന്നു എന്നാണ്. ഇത് വെറും ഒരു നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയല്ല, ഒരു വിടുവായത്തനമല്ല. വളരെ ആലോചിച്ച് കൂട്ടി തയ്യാറാക്കിയ ഒരു പ്രസ്താവനയാണ്. കൃത്യമായിട്ടും ഇന്ത്യയെ വിഘടിപ്പിക്കാൻ പറ്റുന്നത് ജാതി പറഞ്ഞാണ്, അതും ഹിന്ദുക്കളെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. നേരെ മറിച്ച് നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ മുസ്ലിങ്ങളുണ്ട്. ഈ പറയുന്ന എത്ര ബ്രാഹ്മണരാണ് ഇന്ത്യയുടെ ഈ ടോപ്പ് ആദ്യത്തെ 100 പേരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നത്, സമ്പന്നരുടെ? അപ്പോൾ അതൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് ആ കണക്കുകളൊന്നും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത ആളല്ല ഈ പീറ്റർ നവാരോ. അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അല്ല. അത് തന്നെയാണ് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടത്. ഇന്ത്യയിലെ ചില പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളും ഇത്തരത്തിൽ ജാതി ചോദിച്ച്, അതെ, മതം ചോദിച്ച് വോട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തിനാണ് ഈ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് മുറവിളിയൂട്ടുന്നത്? കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ എന്തുകൊണ്ട് അത് നടത്തിയില്ല? അന്ന് ജാതി സെൻസസ് വേണ്ടായിരുന്നു. അന്ന് ഇന്ത്യയിൽ പിന്നാക്ക അവസ്ഥ ഇല്ലായിരുന്നു. അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ആരായിരുന്നു? അവരൊക്കെ ഈ പറഞ്ഞതുപോലെ പിന്നാക്ക ജാതിയിൽ നിന്നുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ളവരായിരുന്നു. അവർക്ക് അവസരങ്ങൾ കൊടുത്തോ കോൺഗ്രസ്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. പകരം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ജാതി സെൻസസ് വേണം. ഈ ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടി 10-78 വർഷമാകുന്നു. അതിൽ 60 കൊല്ലത്തിലധികവും ഭരിച്ചത് കോൺഗ്രസ് ആണ്. അവർക്ക് ഈ നാട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ പറ്റിയില്ല, ജാതീയമായ പിന്നാക്ക അവസ്ഥ മാറ്റാൻ പറ്റിയില്ല, അടിച്ചമർത്തലുകൾക്ക് അറുതി ഉണ്ടാക്കാൻ പറ്റിയില്ല, ജാതി കൊലപാതകങ്ങൾക്ക്, ജാതിക്കൊലകൾക്ക് അതിനൊരു അവസാനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ പറയുന്നത് ജാതി സെൻസസ് എടുക്കണം. ഈ ജാതി സെൻസസ് എന്നുള്ളത് വന്നിരിക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൽ നിന്നാണ്. ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാൻ, ഇന്ത്യയിലെ ഈ സുസ്ഥിരമായ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പീറ്റർ നവാരോയും ട്രംപും എല്ലാം. പീറ്റർ നവാരോയും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പീറ്റർ നവാരോയും പറയുന്നു ട്രംപ് പറഞ്ഞതാണ് ശരി. അമേരിക്ക ഈ പറയുന്ന സുപ്രീം കോടതി ഈ അപ്പീൽ അനുവദിച്ച് ട്രംപിനെ പിന്തുണച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ട്രംപിന്റെ തീരുമാനത്തെ അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിച്ചില്ലെങ്കിൽ അമേരിക്ക വലിയ തകർച്ച നേരിടും. ഒരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. അമേരിക്ക തകരും. അത് നമ്മുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കും, നമ്മുടെ അഭിമാനത്തെ ഇല്ലാതാക്കും, നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോവും. ഇതൊക്കെ കൃത്യമായിട്ടും ഒരു ആഖ്യാനങ്ങളുടെ, നരേറ്റീവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് ഈ പ്രസ്താവനകളെല്ലാം. അല്ലാതെ ഇതൊന്നും അമേരിക്കയോടോ ഈ പറയുന്ന പോലെ ഈ ഇന്ത്യയും ചൈനയും ഒക്കെ ആയിട്ട് ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കണമെന്നോ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. ഇത് ലോകത്തിന്റെ അധികാരം, ലോകത്തെ ചലിപ്പിക്കാനുള്ള അധികാരം, അതിൻ്റെ കടിഞ്ഞാൺ ഞങ്ങളുടെ കയ്യിലിരിക്കണം എന്ന ചിന്തയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് അതൊരു സർവാധിപത്യം, ഒരു എന്താ പറയുക, ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം, അധീശത്വം ഞങ്ങൾക്കാണ് എന്ന ധാർഷ്ട്യത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അത് നിലനിർത്താനുള്ള പരിശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം ആണ് ഇവിടെ കളിക്കുന്നത്. അത് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അമേരിക്കയിലെ കോടതികൾക്ക് ഒരല്പം മനുഷ്യത്വവും നീതിബോധവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു വിധി പറഞ്ഞത്. ഇത് തെറ്റായ കാര്യം കണ്ടപ്പോൾ, പ്രസിഡന്റ് തെറ്റായ കീഴ്വഴക്കം പാലിച്ചപ്പോൾ അതിനെതിരെയാണ് അവർ വിധി പറഞ്ഞത്. അല്ലാതെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്നതും വർദ്ധിപ്പിക്കാതിരിക്കുന്നതും ഒന്നും കോടതിയുടെ വിഷയമല്ല. അതിൽ ഒരു തീരുമാനമെടുക്കാൻ കോടതിക്ക് പറ്റുകയുമില്ല. പക്ഷേ നിങ്ങൾ പ്രസിഡന്റ് എടുത്ത തീരുമാനം അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിയമപ്രശ്നങ്ങളുണ്ടോ, അത് നിയമപരമായിട്ടാണോ ചെയ്തത് എന്നാണ് കോടതി പരിശോധിച്ചത്. പരിശോധിച്ചിട്ട് കോടതി പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ് എന്ന്. പക്ഷേ അതിനെ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത ട്രംപിനോ അദ്ദേഹത്തിന്റെ അനുയായികൾക്കോ ഇല്ല എന്നുള്ളതാണ് സത്യം. അവർ ഇവരെ തീവ്ര ഇടതുപക്ഷക്കാരായിട്ടാണ് ഈ ജഡ്ജിമാരെ പോലും ചാപ്പ കുത്തിയിരിക്കുന്നത്, ജഡ്ജിമാരെ വിമർശിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ
ഇപ്പോൾ എന്തായാലും ഒക്ടോബർ 14 വരെ ഇത് വിധി പ്രാവർത്തികമാക്കില്ല. ട്രംപിന് അതുവരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന തീരുവ, ഇരട്ട ചുങ്കം ഒക്കെ പിരിച്ചെടുക്കാം. അതുപോലെ തന്നെ അപ്പീൽ കൊടുക്കാനുള്ള അവസരവും ട്രംപിനുണ്ട്. പക്ഷേ ഒക്ടോബർ 15 ശേഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അത് ഈ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ ആ അപ്പീൽ നടപടികൾ എങ്ങനെയൊക്കെയാണ്, അവിടെ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും അതിന്മേൽ വിധി പറയുക, ഈ അപ്പീൽ കോടതിയുടെ താഴത്തെ ഫെഡറൽ അപ്പീൽ കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവെച്ചാൽ ട്രംപിന് ഈ തീരുവകളെല്ലാം പിൻവലിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, ഒരു പക്ഷേ സ്ഥാനത്യാഗവും രാജിവെക്കേണ്ടി വരും ട്രംപിന് എന്നുപോലും ഉള്ള വിലയിരുത്തലുകൾ അമേരിക്കയിലെ വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നു.